ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത് ചേച്ചി പറ, ഞാൻ അതുപോലെ ചെയ്യാം. നീ എപ്പോഴും അവന്റെ കൺവെട്ടത്ത് തന്നെ ഉണ്ടാവണം. പിന്നെ ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും മനസ്സിലും ആതിരയുമായി താരതമ്യപ്പെടുത്തുമ്പോ സന്ദീപിന് ചേർന്ന ഭാര്യ നീയാണെന്ന് അവന് തോന്നണം. അങ്ങനെ സന്ദീപിന്റെ മനസ്സിൽ, പിന്നെ ഒരു കുഞ്ഞിനെ താലോലിക്കാൻ നോമ്പ് നോറ്റിരിക്കുന്ന സേതുമാധവന്റെ മനസ്സിൽ, അതുവഴി എല്ലാവരുടെയും മനസ്സിൽ. ഇനി അതിന് നിനക്ക് എളുപ്പമാ. പക്ഷേ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അയാൾ എടുത്ത ആ തീരുമാനം തെറ്റായിരുന്നു എന്നുള്ളത് ഒരിക്കലും അയാളെ കൊണ്ട് തോന്നിപ്പിക്കരുതെന്നുള്ളതാ. ഇതിനെല്ലാം ഒറ്റ വഴിയേ ഉള്ളൂ. എന്താ അത്? മാറ്റം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്കുള്ള പൂർണ്ണമായ മാറ്റം. അർച്ചന എന്തുകൊണ്ട് എല്ലാവരുടെയും മനസ്സിൽ കയറി കൂടിയെന്ന് നിനക്കറിയോ? അവളിവിടെ കഞ്ഞിയും കറിയും വെച്ചും മറ്റുള്ളവരെ സോപ്പിട്ടും ഒക്കെ അല്ലേ നിൽക്കുന്നേ. അത് ചേച്ചിക്ക് അറിയാവുന്ന കാര്യമല്ലേ. അവൾ എന്ത് ചെയ്തു എന്നതിലല്ല, അവൾ അതിൽ വിജയിച്ചു എന്നതാണ് കാര്യം. അതിനിപ്പോ ഞാൻ എന്ത് വേണമെന്നാ ചേച്ചി പറയുന്നേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, മാറണം. എങ്ങനെ? ചേച്ചി എന്തൊക്കെയാ പറയുന്നേ? ഞാൻ വെളുപ്പിനെ ഉറക്കം എഴുന്നേറ്റ് അവിടെ ചെന്ന് മണി അടിക്കാനോ? അതും സാരി ഉടുത്ത് നടന്നത് തന്നെ. എന്റെ പൊന്ന് ചേച്ചി, ഞാനൊരു സത്യം പറയട്ടെ, ഈ വെളുപ്പാങ്കാലത്ത് 6 മണിന്നൊരു സമയമുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുള്ളതല്ലാതെ ഞാൻ ഇന്നേ വരെ കണ്ടിട്ടേ ഇല്ല. ഞാനാണോ ഇതൊക്കെ ചെയ്യേണ്ടത്? സന്ദീപിനെ നിനക്ക് വേണമെങ്കിൽ മതി. എടി, നീ ഇത് കല്യാണം വരെ കൊണ്ടുപോയാ മതി. വേറെന്താ? അച്ഛനെ കുഴമ്പിട്ട് കഴിഞ്ഞിട്ട് വേണം തറ മുഴുവൻ തുടച്ച് വൃത്തിയാക്കാൻ. മോൾക്ക് ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടായോ? ബുദ്ധിമുട്ടാവും, നല്ല ബുദ്ധിമുട്ടാവും. ഞാൻ അയാളുടെ കാല് തിരുമ്മി കൊടുക്കാനോ? ഒന്നാമത് ആ മുറി കയറുമ്പോ തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരും. ഒരുമാതിരി ഗുളികയുടെയും മരുന്നിന്റെയും കുഴമ്പിന്റെ ഒക്കെ മണം. നിർബന്ധിതാവസ്ഥയിൽ അനിഷ്ടത്തോടെ ആണെങ്കിലും ചിലത് നമുക്ക് ചെയ്യേണ്ടി വരും. ലക്ഷ്യമല്ലാതെ വേറൊന്നും അപ്പ ചിന്തിക്കാതിരിക്കുക എന്നൊരു വഴിയേ അതിനുള്ളൂ. ഇത്രയും ചെയ്താ എല്ലാം ഓക്കെ ആവോ? ഓക്കെ ആവില്ല. പിന്നെ
ഇനി ഊട്ടാൻ വേണോ? സത്യം പറയല്ലോ ചേച്ചി, ഇതൊക്കെ എന്നെ കൊണ്ട് നടക്കുമെന്ന് എനിക്ക് ഒരു ഉറപ്പുമില്ല. ചേച്ചി പറഞ്ഞതൊക്കെ ചെയ്യാൻ ഇവിടെ ഒരു ജോലിക്കാരിയുണ്ട്. ആ ജോലിക്കാരിക്കല്ലല്ലോ സന്ദീപിനോട് മോഹം, നിനക്കല്ലേ? എന്ന് വെച്ചാ ഇങ്ങനെയൊക്കെ ചെയ്താലേ എന്നെ ഇഷ്ടപ്പെടുള്ളൂ എന്ന് പറഞ്ഞ, അങ്ങനെയാണെങ്കിൽ എനിക്ക് നീ എന്താ നിർത്തിക്കളഞ്ഞത്? അങ്ങനെയാണെങ്കിൽ നിനക്ക് അവനെ വേണ്ടാന്നാണോ? ആ എങ്കിൽ ഇപ്പൊ തന്നെ ഞാൻ ചെന്ന് അച്ഛനോട് പറയാം നിനക്ക് ഈ ബന്ധത്തിന് താല്പര്യമില്ലാന്ന്. കഷ്ടപ്പെടാതെ ഇതുവരെ ആരും ഒന്നും നേടിയിട്ടില്ലാന്ന് എന്റെ മോൾ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിക്കോണം. ഈ ഇൻസ്റ്റന്റ് കോഫി, ഇൻസ്റ്റന്റ് ലോൺ, അതൊക്കെ പോലെ ഇൻസ്റ്റന്റായി കിട്ടുന്നതല്ല ഒരാളുടെ ഇഷ്ടം. ആ ഇഷ്ടത്തിന് ഞാൻ ഈ വീട്ടിൽ അടിമപ്പണി ചെയ്യണമെന്നാണോ ചേച്ചി പറയുന്നത്? ആ അർച്ചനെ പോലെ? ഇതൊന്നും എനിക്ക് ശീലമില്ലാത്തതാണെന്ന് ചേച്ചിക്ക് അറിയാവുന്നതല്ലേ? അർച്ചന വരുന്നതിന് മുമ്പ് വരെ ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്തോണ്ടിരുന്ന ആരാ? ഈ ഞാൻ. എന്തുകൊണ്ടാ ഞാൻ നിന്നെപ്പോലെ ചിന്തിക്കാതിരുന്നത്? വേണേൽ എനിക്കും എന്റെ കാര്യം മാത്രം നോക്കി മാറിയിരിക്കാം. അങ്ങനെ മാറിയിരിക്കാത്തതുകൊണ്ടാണ് ഞാൻ പറയാതെ തന്നെ സന്ദീപിന്റെ നിന്റെയും കാര്യത്തിൽ ഒരു തീരുമാനമായത്. ഈ സ്വപ്നത്തിലെങ്കിലും ചിന്തിച്ചോ സന്ദീപ് ആതിരയായിട്ട് ഇങ്ങനെ ഒരു റിലേഷനിലാവുന്ന? നമ്മുടെ ചിന്തകൾക്കും അപ്പുറമാണ് ഇവിടെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോ നമ്മൾ വേഗത കൂട്ടണം. നീ ഒരു കുടുംബം നോക്കി നടത്തുന്ന ഒരു സാധാരണ കുടുംബിനിയായാൽ മതി. ബാക്കിയെല്ലാം നിന്നിലേക്ക് വന്ന് ചേർന്നോളൂ. ഇതൊക്കെ നിനക്ക് ഞാൻ പറഞ്ഞു തരുന്നത് നീ സന്ദീപിനെയും കെട്ടി അവന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് കിടക്കുന്നത് കാണാനുള്ള ആഗ്രഹം കൊണ്ടൊന്നുമല്ല. എന്റെ അനിയത്തി ആരുടെ മുന്നിലും തോൽക്കുന്നത് എനിക്കിഷ്ടമല്ല, അത്രേ ഉള്ളൂ. എന്റെ അനിയത്തി എന്നുള്ള ലേബല ഇപ്പൊ നിനക്കുള്ളൂ. അതെപ്പ വേണമെങ്കിലും ഇളകിപ്പോവാവുന്ന ഒരു ലേബലാ. ഇനി എനിക്കൊന്നും പറയാനില്ല. തീരുമാനം നിന്റെയാ. ഞാൻ എന്താ ചെയ്യേണ്ട ചേച്ചി? ചേച്ചി പറയുന്ന പോലെ തന്നെ ചെയ്യാം. എനിക്കൊരു സംവിധായകന്റെ സ്ഥാനത്തുനിന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാനേ കഴിയൂ. തട്ടേക്കറി കളിച്ച് ഫലിപ്പിക്കേണ്ടത് നീയാ. ഇത്രയും നാളും എന്റെ അനിയത്തി എന്ന സൈഡ് വേഷം ചെയ്ത നീ മുഖ്യധാരയിലേക്ക് വരണം, അത്രേ ഉള്ളൂ. മനസ്സിലായി ചേച്ചി. നാളെ മുതൽ ഞാൻ അതിന് ശ്രമിക്കാം. അതെന്താ നാളെ മുതല്? ഇതിന് ഇനി രാഹുകാലം നോക്കണോ? ഇന്നിനി? അതെ, ഇന്ന്, ഈ രാത്രിയിൽ, ഇപ്പോ. സച്ചേട്ടാ, സച്ചേട്ടാ, തലവേദനയൊക്കെ എങ്ങനെയുണ്ട്? കുറവുണ്ട്. സച്ചേട്ടനോട് ഇപ്പൊ ആതിരയുടെയും സന്ദീപിന്റെയും കാര്യം ഒന്ന് സംസാരിച്ചാലോ? സച്ചേട്ടാ, എനിക്കൊരു കാര്യം പറയാൻ. ഹലോ, ഇന്നെന്താ ആഹാരം കഴിക്കാനുള്ള ഉദ്ദേശമൊന്നും ഇല്ലേ? രണ്ടുപേരും വാ, കഴിക്കാം. ആ പിന്നെ നിങ്ങൾ താഴേക്ക് ചെല്ല്, ഞാൻ സന്ദീപിനെയും കൂടെ വിളിക്കട്ടെ.
സ്നേഹ ഇവിടെ ഉണ്ടായിരുന്നോ? ഞാൻ നിങ്ങളെ കഴിക്കാൻ വിളിക്കാൻ വന്നതാ. ഇതെന്താ രണ്ടുപേരും അത്ഭുതത്തോടെ നോക്കുന്ന? ഓ, ഞാൻ വന്ന് വിളിച്ചതുകൊണ്ടാണോ? എന്നാൽ ഇനി മുതൽ എന്നെ ഞാനായിരിക്കും കഴിക്കാൻ വിളിക്കാൻ വരുന്നത്. നിങ്ങൾ വാ. എനിക്കൊന്നും വേണ്ട, വിശപ്പില്ല. വിശപ്പില്ലേ? അതെന്താ? വിശപ്പില്ലാത്തോണ്ട്. സന്ദീപേട്ട, ഒരാൾ ഒരു നല്ല കാര്യം ചെയ്തിട്ട് അത് വില കൽപ്പിക്കാതിരിക്കുന്നത് ശരിയാണോ? അതെ, അത് സ്നേഹ പറഞ്ഞ സത്യം. ഇത്രയും കാലം ഇരുണ്ട ലോകത്തിലായിരുന്നു എന്റെ ജീവിതം. ഇപ്പൊ അത് മാറി. തെളിഞ്ഞ ആകാശം പോലെ എന്റെ മനസ്സ് സുന്ദരവും വിശാലതയുള്ളതുമായി മാറി. എന്റെ അമ്മോ, ഇതൊക്കെ വേണോ? ഇത് കുറച്ച് ഓവറല്ലേ? മനസ്സിനെ ആകാശത്തോടല്ലേ ഉപമിച്ച് കളഞ്ഞത്? എല്ലാം കഴിഞ്ഞ കാലത്തെ ഞാൻ ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഓർമ്മകളാ സ്നേഹ. മതി മതി, ഇനി ഇവിടെ നിന്നാലേ ഇതിലും കൂടുതൽ കേൾക്കേണ്ടി വരും. സന്ദീപ് വാ. നീ വയ്ക്കോ. അതൊന്നും പറഞ്ഞാ പറ്റില്ല. സന്ദീപേട്ടൻ വാ, വന്നേ. എനിക്കിപ്പോ വേണ്ടതേ, കൈവിട്. അതൊന്നും പറഞ്ഞാ പറ്റില്ല. വാ വാന്നേ. വാ. ദേ, അനഘയെ ഇതൊക്കെ ഒരുക്കി വെച്ചത്. എന്നെ കൊണ്ടോ അമ്പിളിയെ കൊണ്ടോ ഒന്ന് തൊടാൻ പോലും സമ്മതിച്ചില്ല. ആ, ദേ വരുന്നുണ്ട്. സന്ദീപ് ഇരിക്കെ. സ്നേഹ, നീ ഇരിക്കെ. ഞാൻ എടുത്തിയോടൊപ്പം പിന്നീട് കഴിച്ചോളാം. സന്ദീപിന് മാത്രല്ല, എല്ലാവർക്കും ഇന്ന് ഞാൻ വിളമ്പി തരാവേ. ഇന്ന് എല്ലാവർക്കും റെസ്റ്റ്. ഇതൊക്കെ എനിക്കും പറ്റുമെന്ന് അറിയണമല്ലോ. ആ, സച്ചേട്ടന് എന്താ കഴിക്കാൻ വേണ്ടേ? ആ, എന്തായാലും മതി. എനിക്ക് ചപ്പാത്തി മതി. ആ, ഇപ്പൊ വിളമ്പി തരാവേ. മോൾക്ക് മതിയോ? കറി ഏതാ വേണ്ടേ? ആ, ഇത് മതി. ആ, ഏട്ടത്തി എവിടെ? വന്നില്ലല്ലോ. ഓ, ശരിയാണല്ലോ, ഞാൻ വിളിക്കാവേ. ഇവക്കിത് എന്താ പറ്റിയേ? ഇവള് കുറച്ച് ഓവറാണല്ലോ. മിണ്ടാതിരിക്കടി. ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴെങ്കിലും അതൊന്ന് മാറ്റി വെക്കടാ. അനക്കേ, നീ എന്താ ശരിക്കും ചെയ്യാൻ പോന്നെ? അതൊക്കെ ചേച്ചി കണ്ടോ? എന്റെ പെർഫോമൻസ് കണ്ട് ചേച്ചിയുടെ കണ്ണ് തള്ളും. ചേച്ചി എവിടെ ഇരിക്കേ? അല്ല, നിങ്ങളൊന്നും കഴിക്കുന്നില്ലേ? ഏയ്, നിങ്ങളൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നോളാം. മതി മതി. ഞാൻ അച്ഛനെ വിളിച്ചിട്ട് വരാം. വേണ്ട, ഞാൻ വിളിച്ചോളാം. ഞാൻ അങ്കിളിനെ വിളിക്കാൻ വേണ്ടി വരാനിരിക്കായിരുന്നു. വാ, ഞാൻ അങ്കിളിന് കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ട്, എടുത്തോണ്ട് വരാവേ. കൈ കഴുകട്ടെ. സന്ദീപേട്ട കഴിക്ക്. അനഘ, നീ എന്തേ കാണിക്കുന്നേ? ഈ പാത്രത്തിലാണോ കഞ്ഞി വിളമ്പുന്നേ? അതെ, ഇതിലേക്ക് വേണം മോളെ. സോറി അങ്കിൾ. സോറി അങ്കിൾ. സാരമില്ല മോളെ. മോളെ എല്ലാവർക്കും വിളമ്പി കൊടുക്ക. സന്ദീപ് എടുത്ത് കഴിക്കും. വേണ്ട, ഞാൻ വിളമ്പി കൊടുക്കാം. അത് വേണ്ട. ചെറിയൊരു അബദ്ധം പറ്റിയെന്ന് കരുതി പിന്മാറാനൊന്നും ഞാനില്ല. ഏയ്, ഞാൻ വിളമ്പാം. ഞാൻ തന്നെ വിളമ്പി കൊടുത്തോളാം. അത് വേണ്ടെന്നേ. ഞാൻ തന്നെ വിളമ്പിക്കും.
ആ ഇവിടെ നിന്ന് പറ്റി? സന്ദീപേ ഡാ. അതെ, എന്താ പ്രശ്നം? പ്രശ്നോ? എന്ത് പ്രശ്നം? ഒന്നുമില്ല. പിന്നെന്താ ഇതിന്റെ അർത്ഥം? കുറെ നേരം ഞാൻ ശ്രദ്ധിക്കുന്നു. ഒരു ടെൻഷനും ഫോൺ വിളിയും, ഭക്ഷണം വേണ്ട, ഒരിടത്തിരുന്ന് ഇരിപ്പുറയ്ക്കുന്നില്ല. എന്താന്ന് വെച്ചാ പറയേ. അത് എൻ്റെ ഒരു സുഹൃത്തിനെ ഇന്നലെ മുതൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാണോ ഇത്ര വലിയ കാര്യം? ചിലപ്പോ ആളിന് വല്ല തിരക്കിലും ആയിരിക്കും. അതിന് ടെൻഷൻ അടിക്കുന്ന എന്തിനാ? അതല്ല, എപ്പോ വിളിച്ചാലും കിട്ടുന്ന. ഇത്രയും സമയം വിളിച്ചാൽ കിട്ടാതിരിക്കുന്നല്ല. എന്നെ മിക്കപ്പോഴും വിളിച്ചോണ്ടിരുന്ന ഇന്ന് മുഴുവൻ ഞാൻ വിളിച്ചു നോക്കി, സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. ഈ ഫ്രണ്ട് ആൺകുട്ടിയോ അതോ പെൺകുട്ടിയോ? അതൊരു പെൺകുട്ടിയാ. ഒരു പ്രേമത്തിലകപ്പെട്ടിട്ട് അവളുടെ മാനസികാവസ്ഥ ഒട്ടും ശരിയല്ലായിരുന്നു. അതാ എനിക്കൊരു ടെൻഷൻ. സന്ദീപേട്ടൊരു കാര്യം ചെയ്, രാവിലെ ഒന്നുകൂടെ വിളിച്ചു നോക്ക്. അപ്പോഴും കിട്ടുന്നില്ലെങ്കിൽ നേരെ ആ പെൺകൊച്ചിന്റെ വീട്ടിലോട്ട് ചെന്ന് കാര്യം തിരക്ക്. അല്ല, ഇനി വല്ല വിഷാദ രോഗം അടിച്ചിരിക്കുമെന്ന് അറിയില്ലല്ലോ. അതും ഇനി വല്ല അപകടവും. അല്ല, അങ്ങനെ ഉണ്ടാവൂന്നല്ല, മനുഷ്യന്റെ കാര്യമല്ലേ. ഇനി വീട്ടിൽ വല്ല പ്രശ്നം ഉണ്ടായി സൂയിസൈഡ് അറ്റംപ്റ്റ് വല്ലതും നടത്തിയോന്നും അറിയില്ലല്ലോ. ചിലപ്പോ അതൊന്നും ആവണമെന്നില്ല. ഏതായാലും നാളെ ആവട്ടെ, ഏഴിന് അവിടെ പോയി ആ കൊച്ചിനെ ഒന്ന് കാണാം. നമ്മുടെ സ്വപ്നങ്ങള്, ആഗ്രഹങ്ങള്, പൊട്ടിച്ചിരികള് എല്ലാം എത്ര നിമിഷം കൊണ്ട് അവസാനിച്ചാ നോക്ക്. ഓരോ ഫോൺ കോളിലും അമിതമായ സന്തോഷത ഉണ്ടാവും. ഈശ്വരൻ അവസാനം എങ്ങനെ കൊണ്ട് നിർത്തിയത്? എന്തൊരു തണുപ്പാ ഇവിടെ. അത് അമ്മ AC കൂട്ടിയിട്ടിരിക്കുന്നുണ്ടാ. നിങ്ങൾ എന്താ ഇവിടെ? അതുകൊള്ള ഞങ്ങള് വന്നത് നീ കണ്ടതല്ലേ? അതല്ല, ഈ മുറിയിൽ എന്താ കാര്യമെന്നാ ഞാൻ ചോദിച്ചത്. അയ്യോ, ഇത് അനഘയുടെ മുറിയായിരുന്നോ? നല്ല മുറി, ഞങ്ങൾക്കിത് തന്നെ ധാരാളം. ദേ, കളിക്കാൻ നിക്കല്ലേ, മര്യാദക്ക് ഇറങ്ങി പോ നോക്ക്. പോകാനോ? ഈ രാത്രി ഇനി എങ്ങോട്ട് പോവാൻ? ഈ കുടുംബത്തിന് പുറത്തുള്ളവര് വരുമ്പോ വേറൊരു മുറിയാ അവർക്ക് കൊടുക്കുന്നത്. എന്നിട്ട് നീ എന്താ ഇവിടെ? നീ അവന്തിക മേഡത്തിന്റെ അനിയത്തി, ഞാൻ അർച്ചനയുടെ ഏട്ടത്തി. മുറയൊക്കെ പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടുപേർക്കും തുല്യ സ്ഥാനം. അതുകൊണ്ട് ഇവിടെ എവിടെങ്കിലും അടങ്ങൊതുങ്ങി കിടക്കാനാ അമ്മ ഉദ്ദേശിച്ചത്, അല്ലേ അമ്മേ? പൊടി കൊച്ചിന് വരെ കാര്യം മനസ്സിലായി. ഇത് എന്റെ മുറിയാ, ഇത് എന്റെ ബെഡും. എങ്കി പിന്നെ നീ ഈ കട്ടില് തലയെ കയറ്റി വെച്ചോണ്ട് നടക്ക്. അല്ല പിന്നെ ദേ, ഞാനൊരു കാര്യം പറയാം. സേതു സാറിനോടും അവന്തിക മേഡത്തിനോടും ഒക്കെ അനുവാദം ചോദിച്ചിട്ടാ ഞങ്ങൾ ഈ മുറിയിലോട്ട് കയറിയത്. നിനക്ക് വല്ല പരാതി ഉണ്ടെങ്കിൽ അവരോട് പോയി പറ. നമുക്ക് 3 പേർക്കും കൂടെ ഇവിടെ കിടക്കാന്നേ. ചുമ്മാ അമ്മയുടെ വായിലിരിക്കുന്ന കേൾക്കാതെ ആൻഡ് ഇവിടെ വന്ന് കിടക്ക്. അങ്ങനെ നിങ്ങളുടെ കൂടെ കിടക്കേണ്ട ഗതികേടൊന്നും അനഘയ്ക്കില്ല. എനിക്കറിയാം എന്ത് വേണോന്ന്. അമ്മേ, അതിന്റെ പ്രശ്നം ഉണ്ടാക്കുവോ? എന്ത് പ്രശ്നം? അവള് പോയ പോലെ ഇങ്ങ് തിരിച്ചു വരും. മോള് കിടന്നുറങ്ങാൻ നോക്ക്. അയ്യോ, തണുക്കുന്നേ. ചേച്ചി, ഇവിടെ എന്താ നടക്കുന്നേ? എന്ത്? നീ എന്താ അനക്കെ കാണിക്കുന്നേ? അത് തന്നെ ഞാനും ചോദിക്കുന്നേ. എല്ലാരും കൂടെ എന്തായി കാണിക്കുന്നേ? ആ മീര എന്ന് പറയുന്നവളെയും ആ തലതിരിച്ച കുട്ടീനെയും എന്തിനാ എന്റെ മുറിക്കകത്ത് കയറ്റി കിടത്തിയിരിക്കുന്നേ? ഞാൻ കയറ്റി കിടത്തിയൊന്നും അല്ല, അവരോട് ഗസ്റ്റ് റൂമിൽ കിടക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നാണല്ലോ. എന്നാ അവിടെ അല്ലേ കിടക്കുന്നത്, എന്റെ ബെഡില. എങ്കിൽ നീ ചെന്ന് ഗസ്റ്റ് റൂമിൽ കിടക്ക്. കുറച്ചു ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ.